പക്ഷെ നമസ്കാരം. നമസ്കാരം. സ്റ്റുഡന്റ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ അവരുടെ നേതൃത്വത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയാണ്. വിദ്യാർത്ഥി സംഘം. ഉം. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സുഡിയോ എന്ന് പറയുന്ന ഗാർമെന്റ്സ് ഔട്ട്ലെറ്റ്സിന് നേരെ നടക്കുന്നത് രാജ്യവ്യാപകമായി. കഴിഞ്ഞ ദിവസം കേരളത്തിലുമൊക്കെ അരങ്ങേറുകയാണ്. ഇപ്പൊ സോഷ്യൽ ഉം. മീഡിയയിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കങ്ങളാണ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് എവിടെയായിരുന്നു ഈ സ്റ്റുഡന്റ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ പഹൽഗാമിൽ നിരവധിയായിട്ടുള്ള പാവങ്ങളെ ഭീകരർ കൊല്ലുമ്പോൾ ഇവരെ കണ്ടില്ലല്ലോ തുടങ്ങിയ രീതിയിലൊക്കെയാണ് ഇന്ത്യ വിരുദ്ധരാണ്, രാജ്യവിരുദ്ധരാണ് ഇവരെന്ന് പറഞ്ഞുകൊണ്ടുള്ള സംസാരങ്ങളാണ് രൂപപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഈ സുഡിയോ എന്ന് പറയുന്നത് ടാറ്റ ഗ്രൂപ്പിന്റെ ഒരു ഓണർഷിപ്പിൽ നടന്നു വരുന്ന ഒരു സ്ഥാപനമാണ്. അപ്പൊ ഈ ടാറ്റ ഗ്രൂപ്പ് ഇസ്രായേലിനെ അനുകൂലിക്കുന്നവരാണ്. ഗാസയിൽ നിരവധിയായിട്ടുള്ള കുഞ്ഞുങ്ങളെയൊക്കെ ഇല്ലാതാവുന്നതിൽ കാരണക്കാര് കൂടിയാണ് ഈ ടാറ്റ ഗ്രൂപ്പ്. അതുകൊണ്ട് ബഹിഷ്കരിക്കുന്നു. പെരുന്നാളിന് ഇവിടുന്ന് ആരും ഡ്രസ്സ് വാങ്ങാൻ പാടില്ല എന്നൊക്കെയാണ് ഇവരുടെ അവകാശവാദങ്ങൾ. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കൂ. ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് എനിക്ക് തോന്നുന്നു ഇസ്രായേലിനോടുള്ള വിരോധമല്ല, മാന്യമായി കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ഏതൊരു മനുഷ്യനോടുള്ള വിരോധം കണ്ണുകടിയെന്ന് അതിന് പറയാനുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് എന്തുമാത്രം ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഇസ്രായേലിനോട് ഈ വിരോധം, ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ, ഇസ്രായേൽ എന്ന് പറഞ്ഞുകൊണ്ട് എത്ര കാലമായി കോലാഹലം കൂട്ടുന്നു. എന്തെങ്കിലും ഈ രാജ്യത്ത് ആരെങ്കിലും ബഹിഷ്കരിച്ചിട്ടുണ്ടോ അതിന്റെ പേരിൽ? ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ വന്നാൽ ആളുകൾ അത് സ്വീകരിക്കും. അങ്ങനെയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ആദ്യ ഉത്തരം പറയട്ടെ. 51 മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളുണ്ടല്ലോ ലോകത്ത്. ഏത് രാജ്യത്താണ് ഇസ്രായേലിന്റെ ഉൽപ്പന്നങ്ങൾ വിറ്റുപോകാത്തത്? ഏത് അറബ് രാജ്യം, ഇപ്പൊ ഉത്തരവാദപ്പെട്ട ഏതൊരു അറബ് രാജ്യത്തിനും ഏറ്റവും സ്വീകാര്യനായ ക്ലയന്റ് ആരാണ്? ഇസ്രായേലാണ്. അവരാണ് അവിടുത്തെ എഞ്ചിനീയറിംഗ് നയിക്കുന്നത്, അവരാണ് അവിടുത്തെ അവിടുത്തെ ഈ സുരക്ഷാ മേഖല, സെക്യൂരിറ്റി മേഖല നയിക്കുന്നവരാണ്. ഇന്റലിജൻസ് അവരുടെ കയ്യിലാണ്. മുഴുവൻ കൺസ്ട്രക്ഷൻ അവരുടെ കയ്യിലാണ്. ഇതൊക്കെ ഈ വിവരവും ബുദ്ധിയുമുള്ള ആളുകൾ പണിയെടുത്ത് അധ്വാനിച്ച് അവര് സമ്പന്നന്മാരായി തീരും, പണം ഉണ്ടാക്കും, നല്ല ഉൽപ്പന്നം കിട്ടിയ ആളുകൾ വാങ്ങും. ഇപ്പോ വേറൊരു അവസാനം ഇറങ്ങിയിരിക്കുക ഒരു പണിയില്ലാതെ. ഞാൻ പറയുന്ന എന്തൊരു കാര്യമുണ്ട് ഈ സമയം കൊണ്ട് ഇവര് ഈ ബോധവൽക്കരണം ഇവരുടെ ഇഖ്വാനുൽ മുസ്ലിമൂനും ഒക്കെ ഉപയോഗിച്ചിട്ട് ലോകത്തിലെ അറബ് രാജ്യങ്ങളിലൊക്കെ ഒന്ന് നടത്തിയാൽ, വേറെ ആർക്കും വേണ്ടിയിട്ടല്ല, അറബ് രാജ്യങ്ങളിലെ സുൽത്താൻമാരെ പോലും സ്വീകരിപ്പിക്കാൻ, വിശ്വസിപ്പിക്കാൻ അവർക്ക് പറ്റുമോ? ഒരു കാര്യമില്ല. ഇതൊക്കെ ഈ ഗ്ലോബൽ പൊളിറ്റിക്സിൽ അതും പരാജയപ്പെടുമ്പോഴാണ്. ഇപ്പൊ ഇവർ ഇത്രയും കൊല്ലമായിട്ട് 1948 മുതൽ ലോകത്തിലെ ഈ മുസ്ലിം പൊളിറ്റിക്സ്, ഇസ്ലാമിക് പൊളിറ്റിക്സ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാം ഇത്രയും കാലം ഉയർത്തിപ്പിടിച്ച പലസ്തീൻ ഇഷ്യൂവിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താ? വർത്തമാനം എന്താ? ഏത് അവസ്ഥയിലാണ് പലസ്തീനികൾ ചെന്ന് നിൽക്കുന്നത്? ഗാസയും വെസ്റ്റ് ബാങ്കും കൂടി, അതായത് പേരിനുണ്ടായിരുന്ന പലസ്തീൻ കൂടി ഇസ്രായേൽ കൈയടക്കി കഴിഞ്ഞില്ലേ? അത് പരിഹരിക്കാൻ ഒരു അറബ് രാജ്യത്തെയും സ്വാധീനിക്കാൻ കഴിയാത്ത സംഘടനകളാണ് ഇവിടുത്തെ ഇസ്ലാമിസ്റ്റ് സംഘടനകൾ. അവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇസ്രായേലിന്റെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക. ഇസ്രായേലിന്റെ ഉൽപ്പന്നങ്ങൾ ഗുണനിലവാരം ഉണ്ടെങ്കിൽ ലോകത്തിലെ എല്ലായിടത്തും വിറ്റുപോകുന്നതിന്റെ തെളിവല്ലേ അവരുടെ ശത്രു രാജ്യത്ത് വിറ്റുപോകുന്നത്? അറബ് രാജ്യങ്ങളിൽ മുഴുവൻ വിറ്റുപോകുന്നു. ആരോടാണ് ഇവർ ഇത്തരം ഇത്തരം വില കുറഞ്ഞ വാദങ്ങൾ ഇപ്പോഴും ഉന്നയിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി വെച്ചിട്ട് ഒരു രാജ്യം തടയട്ടെ. ഏത് രാജ്യം തടയുന്നു? 51 മുസ്ലിം ഭൂരിപക്ഷ അല്ല, രാജ്യങ്ങളിൽ സ്റ്റുഡിയോ ഏതെങ്കിലും? എന്ന് പറയുന്ന അവിടെ ആ ഔട്ട്ലെറ്റിന് നിരവധിയായിട്ടുള്ള സ്വാധീനം നമ്മുടെ നാട്ടില് വളർന്നു വരുന്നതായിട്ടാണ് കാണാൻ വേണ്ടി സാധിക്കുക. കാരണം അവരുടെ ടാർഗറ്റഡ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് മിഡിൽ ക്ലാസ്സും ലോവർ മിഡിൽ ക്ലാസ്സും ഉള്ളതാണ്. ഇന്ത്യൻ അറ്റയറും അതോടൊപ്പം തന്നെ വെസ്റ്റേൺ അറ്റയറൊക്കെ കുറഞ്ഞ വിലയിൽ ലഭിക്കുമെന്നതാണ് ആ ഒരു ഷോപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതെ, വില കുറച്ച് കിട്ടുക, ക്വാളിറ്റി സാധനങ്ങൾ, ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ലോകമെങ്ങുമുള്ള മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ വിറ്റാൽ ഈ SIOക്കാരല്ലേ ആദ്യം പോയി വാങ്ങുക? ജമാഅത്തെ ഇസ്ലാമിയുടെ മക്കളല്ലേ ആദ്യം പോയിട്ട് വാങ്ങുക? സ്വന്തം വീട്ടിൽ പറഞ്ഞാൽ നടക്കാത്ത വിപ്ലവമാണ് ഈ രാജ്യത്ത് ഇങ്ങനെ കോലാഹലം ഉണ്ടാക്കുന്നത്, ഒച്ചപ്പാടുണ്ടാക്കുന്നതിൽ എന്താ അർത്ഥമുണ്ട്? ഇസ്രായേൽ കമ്പനിയുടെ ലാഭം അതാണോ സത്യത്തിൽ? ഇസ്രായേലിന്റെ രാഷ്ട്രീയം ശരിയല്ലെങ്കിൽ, ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ നയപരമായ നിലപാടുകൾ ശരിയല്ലെങ്കിൽ, ആ രാജ്യത്ത് ആരെങ്കിലും കച്ചവടം ചെയ്തിട്ട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അതിന് നിലവാരം ഉണ്ടാകുമ്പോൾ ലോകം മുഴുവൻ വിറ്റഴിക്കുന്നതിനെയാണോ അതാണോ ഇസ്ലാമികമായ രീതി? ഒരു ഇസ്ലാമിക രാഷ്ട്രീയ പ്രസ്ഥാനം അങ്ങനെയാണോ അതിനെ നേരിടേണ്ടത്? അല്ലല്ലോ. അതിനെ നേരിടേണ്ടത് എന്താണ്? അതിനെ നേരിടാനുള്ള ഒരു മാർഗമേ ഉള്ളൂ. അല്ല, ഒന്ന് ധാർമ്മികമായ മാർഗം. അതെന്താ? അതിനേക്കാളും ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ വില കുറച്ച് നമ്മുടെ രാജ്യത്ത് നിർമ്മിക്കാനുള്ള പരിശീലനം കൊടുക്കുക. അല്ലെങ്കിൽ ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർ തന്നെ ധാരാളം വ്യവസായം നടത്തുന്നുണ്ടല്ലോ, ആർക്കും നടത്താമല്ലോ. അങ്ങനെ നടത്തിയിട്ട് മത്സരിച്ച് ജയിക്കുക. അതല്ലേ മാർക്കറ്റിൽ എക്കോണമി എന്ന് പറയുന്നത്. മാർക്കറ്റിന്റെ ഒരു തന്ത്രം അതല്ലേ. ഒന്നുകിൽ മത്സരിച്ച് ജയിക്കുക, അല്ലെങ്കിൽ മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ
ഇതിന്റെ വരുമാനം പുറത്തു പോകുന്നത് കൊണ്ട് നമ്മുടെ ദേശത്തിന്റെ പൊതുമേഖലയിൽ ഖദർ ഉൾപ്പെടെ ഉത്പാദിപ്പിക്കുക. അതാണല്ലോ വിദേശി ബഹിഷ്കരണം എന്ന് പറയുന്നത്. അതൊരു ദേശീയമായ പർപ്പസിന് നമുക്ക് മനസ്സിലാവും. അത് ചെയ്യുക. ഇപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, ഇസ്രായേലി മാത്രമല്ല, അമേരിക്കൻ വേണ്ട നമുക്ക്, അറേബ്യൻ വേണ്ട നമുക്ക്. നമുക്ക് വേണ്ട പർദ്ദ പോലും ഇന്ത്യയിൽ ഉണ്ടാക്കട്ടെ, അമേരിക്കൻ പർദ്ദ മീൻസ് അറബ് പർദ്ദ വേണ്ട എന്ന് തീരുമാനിക്കട്ടെ. അങ്ങനെ തീരുമാനിച്ചിട്ട് നമ്മുടെ എക്കോണമിയുടെ പണം പുറത്തു പോകാതെ നമ്മുടെ മാർക്കറ്റിന്റെ മുഴുവൻ ലാഭവും നമ്മുടെ രാജ്യത്ത് കിട്ടുന്ന തരത്തിലുള്ള ഒരു ബദൽ എക്കോണമി ഉയർത്തിക്കൊണ്ടുവരട്ടെ. അതൊന്നും അല്ലല്ലോ പറയണത്. അവൻ ഇസ്രായേലാണ്, ഏതെങ്കിലും ഒരു കമ്പനിയുടെ പാർട്ട്ണർഷിപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൊളാബറേഷനിലോ ഒരു ഇസ്രായേലി കമ്പനി ഉണ്ടെങ്കിൽ അവനെ പൂട്ടിക്കുക. അതെന്ത് നയമാണ്? അത് ഇസ്ലാം പോലും അല്ലല്ലോ. ശത്രുവിനോട് പോലും അധർമ്മം ചെയ്യാൻ പാടുണ്ടോ? ശത്രുവ് നേരാംവണ്ണം ബിസിനസ് നടത്തി ജീവിക്കുമ്പോൾ അതുകൊണ്ട് ലാഭം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവൻ ശത്രുവാണെന്ന് വെക്കുക. ആണെങ്കിൽ പോലും അവനെ എതിർക്കുന്നതിൽ അവനെ കച്ചവടം പൂട്ടിക്കുന്നതാണോ ന്യായം? കച്ചവടത്തിന്റെ വഴിക്ക് പോകണം. കച്ചവടത്തിൽ അധർമ്മം കാണിക്കുന്നുണ്ടെങ്കിൽ അത് വേറെ പറയണം. പിന്നെ അതിനോട് നേരിടാനുള്ള വഴി അവന്റെ കച്ചവടത്തെക്കാൾ നന്നായി മത്സരിച്ച് മാർക്കറ്റിൽ നമ്മൾ നമ്മുടെ ഉൽപ്പന്നങ്ങൾ നടത്തുക. അതല്ലേ പോസിറ്റീവായ രീതി? അതല്ലേ സ്വീകരിക്കേണ്ടത്? ജമാഅത്തെ ഇസ്ലാമി സ്വീകരിക്കുന്നത് രണ്ടുമല്ല. ഒന്ന് ദേശത്തിന് വേണ്ടിയല്ല. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? രാജ്യവിരുദ്ധമാണോ ഗവൺമെന്റ് രാജ്യവിരുദ്ധ നടപടിയാണോ ഇത്? രാജ്യവിരുദ്ധം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ രാജ്യത്തിന് വേണ്ടിയല്ല. രാജ്യസ്നേഹം ഒട്ടുമില്ലല്ലോ. എന്തായാലും രാജ്യസ്നേഹം ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് എന്താ? ഇന്ത്യ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുക. ഇന്ത്യ ഗവൺമെന്റ് ഈ ഇസ്രായേൽ ഉൾപ്പെടെ വിദേശ ഉൽപ്പന്നങ്ങൾ ഇത്രയും കുറച്ച് ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ ഇവിടെ കിട്ടുന്നുണ്ട്, അതിനേക്കാൾ വില കുറച്ച് കൂടിയ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ നമുക്കുണ്ടാക്കണം. ഇന്ത്യ ഗവൺമെന്റിന് അപേക്ഷ കൊടുക്കല്ലേ വേണ്ടത്? അല്ല, പക്ഷെ എന്നിട്ട് പറയുക. അല്ല, ഇവരുടെ അതല്ല. ഗാസയിൽ നിരവധിയായിട്ടുള്ള ആളുകള്, കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്നു. അതിന് കാരണക്കാര് ഇസ്രായേലാണ്. ആ ഇസ്രായേലിനെ സഹായിക്കുന്ന ഒരു സ്ഥാപനമാണ് ടാറ്റ ഗ്രൂപ്പ്. ആ ടാറ്റ ഗ്രൂപ്പിന്റെ ഒരു സബ്സിഡറി ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഈ സുഡിയോ. അതുകൊണ്ട് സുഡിയോയെ ബഹിഷ്കരിക്കുക. എങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത്? ഗാസയിലെ പൊളിറ്റിക്സ് ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള രാഷ്ട്രീയമാണല്ലോ. ആ രാഷ്ട്രീയത്തിന് പരിഹാരം കാണേണ്ടത് കച്ചവടക്കാരാണോ അതോ ഭരണത്തലവന്മാരാണോ? ഭരണത്തലവന്മാരാണെങ്കിൽ 1947 UN ഫോർമുല അംഗീകരിക്കാതിരുന്നത് ആരാണ്? ഇസ്രായേലാണോ അറബ് ലോകമാണോ? അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, ഇസ്രായേലിനെ പോയി ഏകപക്ഷീയമായി 5 അറബ് രാജ്യങ്ങൾ ചേർന്ന് ആക്രമിക്കാൻ തുടങ്ങിയത് എന്നാണ്. തുടങ്ങിയ കാലത്ത് അക്രമം തുടങ്ങി വെച്ചത് അവരാണ്, തോറ്റുകൊണ്ടേയിരുന്നത് അവരാണ്. ഇപ്പൊ വന്ന് ഇസ്രായേൽ പവർഫുള്ളായി, വമ്പിച്ച ശക്തി ആർജിച്ചു, പലസ്തീൻ ഏറ്റവും ദുർബലമായി. ഇപ്പൊ ജോർഡാൻ റിവറും കടന്ന് അവരുടെ മുഴുവൻ ഭൂപ്രദേശങ്ങളിലും ഇസ്രായേൽ പൗരന്മാരെ കൊണ്ടുപോയി കുടിയിരുത്തുന്നു. ഒരു ഭാഗത്ത് തീവ്രവാദികളെ തുറച്ചു നീക്കാൻ നഗരങ്ങൾ തന്നെ നാമാവശേഷമാക്കുന്നു. ഞങ്ങള് അവസാനത്തെ തീവ്രവാദിയെയും ഫലസ്തീന്റെ മണ്ണിൽ നിന്ന് തുരത്തുന്നത് വരെ, ഇപ്പോഴത്തെ തീവ്രവാദിയുടെ പേര് ഹമാസ് എന്നാണ്, പല കാലങ്ങളിൽ പല പേരിൽ തീവ്രവാദി ഉണ്ടായിരുന്നു, ഹമാസിനെ തുരത്തുന്നത് വരെ ഞങ്ങൾ അടങ്ങിയിരിക്കുകയില്ല. ഞങ്ങൾ ഒരു വെടിനിർത്തലിനും തയ്യാറല്ല എന്ന് സാക്ഷാൽ അമേരിക്കൻ പോലീസിനോട് വിളിച്ചു പറയുന്നു ഇസ്രായേല്. ആർക്ക് തടയാൻ പറ്റും? അറബ് ലോകം തടയണ്ടേ? ഇപ്പോ സൗദി അറേബ്യയാണ്, സമ്പന്നമായ അറബ് രാജ്യമാണ്. അവർ ഇസ്രായേലിന്റെ പക്ഷത്താണ്, അല്ലെങ്കിൽ ഇസ്രായേലിന് എതിരായിട്ട് അക്ഷരം മിണ്ടുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതൊന്നുമല്ല. രാഷ്ട്രീയ പ്രശ്നം രാഷ്ട്രീയമായി പരിഹരിക്കണം. രാഷ്ട്രാന്തരീയ പ്രശ്നങ്ങൾ അങ്ങനെ പരിഹരിക്കണം. വ്യാപാര പ്രശ്നങ്ങൾ വേറെയാണ്, അതിന്റെ ധാർമ്മികത വേറെയാണ്, അതിന്റെ സാമ്പത്തിക ശാസ്ത്രം വേറെയാണ്. അത് വേറെ പരിഹരിക്കണമെന്നേ. അതല്ലാതെ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. കച്ചവടത്തിന് കച്ചവടം കൊണ്ടാണ് തിരിച്ചടിക്കേണ്ടത്. ടാറ്റ ഉൽപ്പന്നങ്ങൾക്ക് വില കുറച്ച് തരാൻ കഴിയുന്നുണ്ടെങ്കിൽ, ക്വാളിറ്റി ഉണ്ടെങ്കിൽ, അത് എല്ലാ ജമാഅത്തെ ഇസ്ലാമിക്കാരും വാങ്ങും. വെറുതെ വിടുവായത്തം പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് പകരം ചെയ്യേണ്ടത് ടാറ്റ ഈ പല രീതിയിൽ വ്യവസായത്തിന്റെ പല മേഖലകളിൽ ഇടപെടുന്നുണ്ട്. മതത്തിന് അതീതമായിട്ട് നിരവധി ആളുകൾ അതിന്റെയൊക്കെ ഉപഭോക്താക്കളുമാണ് എന്ന് കരുതി എല്ലാം ബഹിഷ്കരിക്കാൻ വേണ്ടി സാധിക്കും. അപ്പം അതുകൊണ്ടാണ് ഇവിടെ മാഷി പറഞ്ഞ കാര്യം ഒരു കണ്ണുകടിയാണോ, സ്റ്റുഡിയോന് മേലുള്ള ഒരു കണ്ണുകടിയാണോ എന്ന് ആദ്യം ചോദിച്ച കാര്യമാണ് അപ്പൊ പ്രസക്തമാവുന്നത്. തീർച്ചയായിട്ടും കണ്ണുകടി അല്ലാതെ ഇത് പലപ്പോഴും അങ്ങനെയാണ് കേട്ടോ. ഇതിന്റെയൊക്കെ പിന്നില് എനിക്ക് തോന്നുന്നു വലിയ തോതിൽ ഇത്തരം വ്യാപാര ശൃംഖലകൾക്കെതിരായി, കോർപ്പറേറ്റ് വ്യാപാരത്തിനെതിരായി കോർപ്പറേറ്റ് പ്രചാരവേല നടക്കുന്നുണ്ട്. പലപ്പോഴും പല കമ്പനികളും പൂട്ടിക്കാനുള്ള രാഷ്ട്രീയ പ്രചാരണങ്ങൾ ഏറ്റെടുത്ത ഏജൻസികളുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ആ കൂട്ടത്തിൽ പെട്ടു എന്നൊരു വാർത്ത കേൾക്കാതിരിക്കാനാണ് എനിക്കും ഇഷ്ടം. പക്ഷെ അത്തരം കാര്യങ്ങൾ സംശയിക്കാൻ ന്യായമുണ്ട്. പലപ്പോഴും പല കമ്പനികൾക്കും എതിരെ എന്തെല്ലാം വർഗീയ പ്രചാരണങ്ങളും ഉണ്ട്. പല കമ്പനികളും പൂട്ടിച്ചത് ഓർമ്മയില്ല. എത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ലോകത്ത്. അതിന്റെ ഭാഗമാകാനേ ഇത് വഴിയുള്ളൂ. ഇതിൽ എന്തായാലും രാഷ്ട്രീയമില്ല, സാമ്പത്തിക ശാസ്ത്രവും ഇല്ല, പൊളിറ്റിക്കൽ സയൻസ് ഇല്ല, എക്കണോമിക്സും ഇല്ല. ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ അതിനെ. അതുകൊണ്ട് ഇത് കുറെ കൂടി യാഥാർത്ഥ്യം, അതായത് കൂടുതൽ ജനങ്ങൾക്ക് മുമ്പിൽ ജമാഅത്തെ ഇസ്ലാമി അവരെ മോശമായ രീതിയിലാണ് അവതരിപ്പിക്കുന്നത്.
സ്വയം ഇല്ലാതാവുകയല്ലേ? അല്ലെങ്കിൽ കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് ഈ നമ്മുടെ രാജ്യത്തെ ഒരു ഗവൺമെന്റിനോടുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോൾ കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് ഇഖ്വാനുൽ മുസ്ലിമൂന്റെ ഈജിപ്തിലെ ഏതോ കാലത്ത് രക്തസാക്ഷികളായ നേതാക്കന്മാരുടെ പേര്, ഇവർക്ക് എന്ത് കാര്യമുണ്ട് എടുത്തുകൊണ്ടുവരാൻ? ഒന്ന് ആലോചിച്ച് നോക്കൂ. മലപ്പുറത്ത് വഖഫ് ബില്ലിന് എന്തായിരുന്നു ഒരു ചർച്ച നടക്കുമ്പോ അതില് ഹമാസിന്റെ നേതാവിനെ കൊണ്ട് ഓൺലൈൻ പ്രഭാഷണം നടത്തിയത് എന്തായിരുന്നു? ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അവർക്ക് തന്നെ അറിഞ്ഞുകൂടാത്തതിന്റെ പ്രശ്നമുണ്ട്. സ്വയം എക്സ്പോസ്ഡ് ആവണം. അവർ സ്വയം അനാവൃതമാവുകയാണ്, സ്വയം ചെറുതാവുകയാണ്, സ്വയം ഇല്ലാതാവുകയാണ് എന്ന് വേണം പറയാൻ. തീർച്ചയായിട്ടും വളരെയധികം നന്ദി. ഓക്കെ, സന്തോഷം.